വി.എസ്. അച്യുതാനന്ദൻ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും എം.എ. ബേബി അടക്കം പോയി കണ്ടു, ഡോക്ടർമാരുമായി ആശയവിനിമയമൊക്കെ നടത്തി. നമുക്കറിയാം, ഇന്നലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത്. വി.എസ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ പിണറായി വിജയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അദ്ദേഹം വി.എസ്. എന്തായിരുന്നു എന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പാർട്ടി സംവിധാനത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ക്യാപ്റ്റനോ അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിസത്തിനെതിരായ ഒരു രീതികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ പറഞ്ഞ പോലെ 19-20 വാഹനങ്ങളുടെ അകമ്പടിയോടെ പോയ മുഖ്യമന്ത്രിയല്ല, അംബാസഡർ കാറിൽ പോകുന്ന മുഖ്യമന്ത്രിയായിരുന്നു. ഒപ്പം മൂന്നാർ ദൗത്യം, വളരെ ശക്തമായ നിലയിൽ അദ്ദേഹം മൂന്നാർ ദൗത്യമൊക്കെ പൂർത്തിയാക്കി. സാധാരണക്കാർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ക്രൗഡ് പുള്ളറായിരുന്നു. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അദ്ദേഹം പുന്നപ്രവേല സമരനായകനാണ്. CPM സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഏത് തരത്തിൽ നമുക്ക് കാണാം? CPMനെ സംബന്ധിച്ചിടത്തോളം വി.എസിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് നമ്മളതിനെ കണക്കാക്കാം. കാരണം അതിശക്തമായിട്ടുള്ള വിഭാഗീയതയുടെ കാലം എന്ന് പറയുമ്പോൾ പിണറായി സെക്രട്ടറി ആയിരുന്നൊരു കാലമായിരുന്നു. പിണറായി സെക്രട്ടറി ആയിരുന്ന ആ കാലത്ത് വി.എസ്. അച്യുതാനന്ദൻ പിണറായി എടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നതാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് രണ്ട് പക്ഷം എന്ന് പറയുന്നത് ഒന്ന് ശരിപക്ഷവും മറ്റൊന്ന് വലതുപക്ഷവും എന്ന നിലക്ക് കൂടി ചിലപ്പോഴൊക്കെ ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാകും. എന്തായാലും വി.എസ്. എടുക്കുന്ന നിലപാടുകൾ പൊതുവെ പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. ആ സ്വീകാര്യത കൊണ്ടാണ് അദ്ദേഹത്തെ കണ്ണേ കരളെ വി.എസ്. എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ അങ്ങനെ വിളിക്കുകയും അദ്ദേഹം ഒരു കൾട്ട് ഫിഗറായി മാറുകയും ചെയ്തു. ഇപ്പോൾ വി.എസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വി.എസിൻ്റെ മുൻകാല വി.എസ്., പിൻകാല വി.എസ്. എന്ന് പറഞ്ഞാൽ രണ്ട് വി.എസിന് എടുക്കാം. ആദ്യത്തെ വി.എസ്. വളരെ മുരടനായിരുന്നു, പാർട്ടിയുടെ അകത്ത് മാത്രം അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങൾ പോലും വളരെ മോശമായ പ്രസംഗങ്ങളായിരുന്നു. അദ്ദേഹം ആഞ്ചലോസും ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം എതിരാളിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊക്കെ വളരെ മോശമായിട്ട് നമ്മുടെ ടെലിവിഷനിലൊക്കെ എല്ലാ ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു വി.എസ്. പിന്നീട് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ മാരാരിക്കുളത്ത് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം തോൽപ്പിച്ചതാണല്ലോ. അപ്പോൾ അതെ തോൽപ്പിച്ച വി.എസ്. ആ വി.എസ്. ഒരു പുതിയ വി.എസ്.ആയി പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിലാണ് പ്രശ്നങ്ങളുണ്ടാവുകയും വി.എസ്. പിണറായിയെ പോലത്തെ ഒരു സെക്രട്ടറിയായിട്ട് നിൽക്കുകയായിരുന്നു. സർവ്വ വെട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്ന സതീശൻ എന്ന് പറയുന്ന CIT നേതാവുണ്ട്, അയാളുടെ വിലയും പുതിയാല് വെട്ടിയിരുന്നു. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അങ്ങനെ ചെയ്യുമായിരുന്നു കർശനമായി. അപ്പോൾ വളരെ കർശനക്കാരനായ വി.എസ്. ആയിരുന്നു. നമുക്കറിയാം, നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രം നടപ്പാക്കിയാലും മതിയെന്ന് നായനാർക്ക് നിർദ്ദേശം കൊടുക്കുകയും നായനാരെ നിയന്ത്രിക്കുകയും നായനാരെ ചങ്ങലക്കിടുകയൊക്കെ ചെയ്ത ഒരു സെക്രട്ടറി കൂടിയായിട്ട് വേണമെങ്കിൽ വി.എസിനെ കണക്കാക്കാം. അങ്ങനെ പാർട്ടി വളരെ കൃത്യമായിട്ട് വി.എസിൻ്റെ കയ്യിലിരുന്ന ഒരു കാലത്തിൻ്റെ അവശേഷിപ്പായിട്ടാണ് പിന്നെ പാർട്ടിക്കകത്ത് വിഭാഗീയത വരുന്നത്. കാരണം പാർട്ടിക്കകത്ത് ഒരു തീരുമാനം എടുക്കുന്നു വി.എസിനെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി. അതായത് പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിലേക്കും സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു പാർലമെൻ്ററി പ്രവർത്തനത്തിലേക്കും മാറട്ടെ എന്ന് തീരുമാനമെടുത്തിട്ടാണ് വി.എസിനെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ തീരുമാനിച്ചത്. അതൊക്കെ വി.എസ്. സമ്മതിച്ചാണ്. പക്ഷേ സമ്മേളന സ്ഥലത്ത് നിന്നപ്പോൾ വി.എസ്. കയറി മത്സരിച്ചു. അങ്ങനെയാണ് നായനാരും വി.എസും തമ്മിലുള്ള മത്സരം ഉണ്ടാകുകയും ആ മത്സരത്തിൽ വി.എസ്. ഒരോട്ടിനോ രണ്ടോട്ടിനാണ് തോറ്റു പോകുന്നത്. അതോടുകൂടി പിന്നീട് CPMൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്ന വിഭാഗീയതയുടെ ചരിത്രമായി മാറി. അങ്ങനെയാണ് പിണറായി ഗ്രൂപ്പും വി.എസ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്തത്. അതിക്ക് മുമ്പ് CIT ഗ്രൂപ്പ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. CIT ഗ്രൂപ്പ് ഇടയ്ക്ക് ഇല്ലാതാവുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്ന ആ ഒരു കാലത്തെ വി.എസ്. ആണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ശുദ്ധീകരിച്ച വി.എസ്. എന്ന് പറയുന്നത്. ആ വി.എസിനാണ് ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനങ്ങൾ നേടാൻ കഴിഞ്ഞത്.
നേരത്തെ സൂചിപ്പിച്ച ഇടുക്കി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് അതിശക്തമായിട്ടുള്ള നിലപാടുകളെടുത്തു. അതേപോലെ തന്നെ മതികെട്ടാൻ മല അവിടെയൊക്കെ കയറി നടക്കുകയായിരുന്നു VS. ഈ പ്രായമായ സമയത്ത് പോലും അദ്ദേഹം നമുക്കറിയാം ആ കൊടയൂടിയൊക്കെ അവിടെ പോയി കയറി എല്ലാത്തിലും ഇടപെട്ട് എല്ലാത്തിനും മാറ്റി എല്ലാത്തിനും ഒഴിപ്പിക്കുന്നത് അത് കുറച്ചു കാലം തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഭൂമി കൈയേറ്റങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചരിത്രം തന്നെ കേരളത്തിനുണ്ടാകും. പക്ഷേ അത് ഇടയ്ക്ക് അട്ടിമറിക്കപ്പെട്ടു. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് VS മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ VSൻ്റെ അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. ഈ പോസിറ്റീവ് പൊളിറ്റിക്സ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിക്കെതിരെ തന്നെ ശക്തനായിട്ടുള്ള പാർട്ടിയുടെ വിമതനായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. വിമതരായ നേതാക്കളൊക്കെ വഴിയിലായി, പക്ഷേ VS ആയില്ല. ഒരുമ പോയത് നമുക്കറിയാം, രാഘവൻ പോയത് അതാണ് VSൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്കറിയാം എത്ര കൊടുങ്കാറ്റുണ്ടായിട്ടും അദ്ദേഹം പാർട്ടി വിട്ടില്ല. നമുക്കറിയാം ഗൗരിയമ്മയാണെങ്കിലും MV രാഘവനാണെങ്കിലും അടക്കം ഒരു പാർട്ടി വിട്ടു പോയി. പക്ഷേ അവർക്ക് വേണ്ടത്ര വിധത്തിൽ അതിലേക്ക് പോയതിൽ ശോഭിക്കാനും പറ്റിയതുമില്ല. പക്ഷേ പാർട്ടി വിട്ടാൽ ശോഭിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവരുടെ തന്നെ കാര്യത്തിൽ നിന്ന് VS മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ VS എന്താ ചെയ്യണം ആ സമയത്ത്? VSനെതിരെ നടപടികൾ വരുമ്പോൾ VS എന്ത് ചെയ്യും? പാർട്ടിക്ക് വിധേയനാവും. അത്ഭുതകരമായിട്ടുള്ള വിധേയത്വം കാണിക്കും. അങ്ങനെ പാർട്ടിക്കകത്ത് നിൽക്കും. പിന്നെ വീണ്ടും സൗകര്യം കിട്ടുമ്പോൾ വീണ്ടും വിമതനാവും. അങ്ങനെ വിമതത്വവും വിധേയത്വവും വളരെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സങ്കലനം ചെയ്ത് കൊണ്ടുപോയവരാണ്. ഫ്ലെക്സിബിളാക്കി. പക്ഷേ എല്ലാവർക്കും ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായാലും രക്ഷയില്ല. കാരണം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി VS അല്ല വേറെ ആരെങ്കിലും ആയിരുന്നു ഈ പാർട്ടി പുറത്താക്കുമായിരുന്നു. VSനെ പുറത്താക്കുന്നതിൽ CPMന് ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല VS ആയതുകൊണ്ട് മാത്രമാണ് 2006 മുഖ്യമന്ത്രി ആകാനും കഴിഞ്ഞത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും VSനെ ഒപ്പം നിർത്തേണ്ട പാർട്ടിയുടെ ആവശ്യമായിരുന്നു. കാരണം പുന്നപ്രവേല, അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി കർഷക തൊഴിലാളികൾ സമരങ്ങൾ, കർഷകരുടെ സമരങ്ങൾ, ഇതിലൊക്കെ VSൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യം, ആ പൈതൃകം, ആ ലെഗസി അത് ഉപേക്ഷിക്കാൻ പാർട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ ലെഗസി പാർട്ടിക്കൊപ്പം നിൽക്കണം. എന്നാൽ VS എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും യോജിക്കാനായിട്ട് പറ്റാതിരിക്കുക. അങ്ങനെ ഉള്ളൊരു വലിയ സംഘർഷം പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് എപ്പോഴും VS ഡൽഹിക്ക് പോയിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടേ. കാരണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് VSനൊപ്പമായിരുന്നു. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് എക്കാലത്തും VSൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിരുന്നു ശരിക്കും. അപ്പോൾ എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും കേന്ദ്ര നേതൃത്വം VSനൊപ്പം നിൽക്കുമായിരുന്നു. അങ്ങനെ ആണ് VS ഈ വിമതത്വവും അതേപോലെ വിധേയത്വവും ഒക്കെ. ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു സമരം നയിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ ചെന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു, ഇവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി വളരെ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് യെച്ചൂരിയും VSും ഒക്കെ. അപ്പോൾ അന്നേരം ഇന്ദിരാഗാന്ധി അത് സഹിഷ്ണുതയോടെ കേട്ടു. കാര്യത്തിൽ ഒരു തീരുമാനം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഒരുപക്ഷെ ഇവരുടെ ഒരു ആർജവത്തിൻ്റെ ഒരു ഫലം കൂടിയാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ ആർജവം എന്ന് പറയുന്നത് പല നല്ല കാര്യങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനായിട്ട് പ്രാപ്തി ഉണ്ടാക്കുന്നതാണ്. VS അങ്ങനെ മുൻകാലങ്ങളിൽ VS അങ്ങനെ ഇല്ല. നമ്മളിപ്പോൾ ഈ മാർസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യങ് മാർസും ലേറ്റ് മാർസും എന്നൊക്കെ പറയുന്ന വിഭജിച്ച് പഠിക്കാറ്. അതേപോലെ VSൻ്റെ സ്ഥിതിയും ഇതാണ്. ഈ യങ് VS ശരിയായിരുന്നു, വില്ലനിൽ നിന്ന് സ്വഭാവ നടനിലേക്ക് ലേറ്റ് VS എന്ന് പറയാൻ വളരെ സ്വീകാര്യനായി മാറി എന്നുള്ളത്. കാരണം അദ്ദേഹം ഇതെല്ലാം പഠിച്ചിട്ട് എന്ന് വെച്ചാൽ ഈ അനുഭവത്തിൻ്റെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് VSൽ എത്രയോ മനോഹരമായിട്ടുള്ള പൂക്കാലം പോലെ വിരിഞ്ഞു നിൽക്കുന്നു. ഭയങ്കര രസമാണ് അത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് അങ്ങനെ പഠിക്കാവുന്ന ഒരു വേരിയേഷനും മോഡുലേഷനുമാണ് ശരിക്കും VSലുള്ളത്. പക്ഷേ അത് ആ രീതിയിൽ പൊളിറ്റിക്സിൽ പഠനമൊന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. VS കുറച്ച് കഴിയുമ്പോൾ ഒരു കൾട്ട് ഫിഗറായി മാറി ശരിക്കും. ആ കൾട്ട് ഫിഗറാണ് ഈ പറയുന്ന ഓരോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ പടത്തിൻ്റെ താഴെ കണ്ണേ കേരള VS എന്ന് പറഞ്ഞ് എഴുതിക്കുന്നത് ആ കൾട്ട് ഫിഗറാണ് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു അധ്യായമാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വിമർശനത്തിന് അതീതനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അദ്ദേഹത്തിന് വിമർശിക്കാനായിട്ടുള്ള വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ 2011 വരെ അത് കൃത്യമായി പാലിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോഴാണ് ഈ ക്യാപ്റ്റൻ, കാരണഭൂതൻ അല്ലെങ്കിൽ പാർട്ടിക്കും മുകളിൽ
മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടിക്ക് മുകളിൽ പിണറായി ആകുന്നു, ജനറൽ സെക്രട്ടറിക്കും മുകളിൽ പിണറായി വരുന്നു. ആ ഒരു VS തന്നെ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ, നമ്മൾ ദേശാഭിമാനിയൊക്കെ വായിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരിക്കലും ഒരു പ്രൊമോട്ട് ചെയ്ത് പോലും ഒരു വാർത്തകളോ, എപ്പോഴും പാർട്ടിക്ക് വിധേയനായി നിന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവ്, എല്ലാ വിധത്തിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കൂട്ടിച്ചേർക്കാനാവാത്ത അല്ലെങ്കിൽ ഇനി ആർക്കും തകർക്കാനാവാത്ത റെക്കോർഡുകളൊക്കെ അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്നതിന് ഉദാഹരണം VS തന്നെയാണ്. ഇപ്പോൾ സതീശനൊക്കെ ഉണ്ടെങ്കിൽ പോലും സതീശനൊക്കെ എത്രയോ താഴെ. അതെ അതെ അതെ. അപ്പോൾ VS എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതിപക്ഷ നേതൃകാലം എന്ന് പറയുന്നത്. CPM തിരിച്ചുവരവിന് പോലും അത് വളരെ സഹായകരമായിരുന്നു എന്നുള്ളതാണ് വലിയ സത്യം. കാരണം രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരിക, രാഷ്ട്രീയത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അക്കാലത്ത് നടന്നത്. അതിൽ തീർച്ചയായിട്ടും ഈ ഒരു മാർക്സിയൻ രാഷ്ട്രീയത്തിൻ്റെ, മാർക്സിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്വീകാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അതിൻ്റെ മാനവിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന് ക്ഷേമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ അധസ്ഥിതരായിട്ടുള്ള പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ ആവശ്യം, അതെങ്ങനെയാണ് ഈ മാർക്സിസവും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ നിർവഹിക്കേണ്ടതിനുള്ള ചില സൂചനകളാണ് VS നൽകിയിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.